രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനാകും. സോണിയാഗാന്ധിക്ക് ഉപദേശക പദവി നൽകും. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഒഴിവാക്കി ICC ഉടൻ പുനഃസംഘടിപ്പിക്കും. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി ഉടൻ ചേരും. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട്. സർലിംഗ്, വലിയൊരു ഉടച്ചുവാർക്കൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. രാഹുൽ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം വലിയൊരു മാറ്റമുണ്ടാകും. ആ വിധത്തിലാണോ കാര്യങ്ങൾ? സൗമ്യ, അങ്ങനത്തെ സൂചനകളാണ് AICC-ക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ഉപാധ്യക്ഷനായ രാഹുൽ ഗാന്ധി അടുത്ത് തന്നെ കോൺഗ്രസ് അധ്യക്ഷനാകും. സോണിയാഗാന്ധിക്ക് പകരം രാഹുൽ ഗാന്ധിക്ക് ചുമതല നൽകുക. ഇതിനായി തീരുമാനത്തിന് അംഗീകാരം നൽകാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം അടുത്ത ആഴ്ച തന്നെ ചേരും. അതിനുശേഷം AICC അംഗങ്ങളുടെ ചിന്തൻ ഷുഗർ വിളിച്ച് അധ്യക്ഷനാക്കാനാണ് തീരുമാനം. എന്തായാലും ഇത്തരം നടപടിക്രമങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളിലെല്ലാം തീരുമാനമായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധി വരുന്നതിലൂടെ പാർട്ടിയിൽ വലിയൊരു പുനഃസംഘടനയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. പുനഃസംഘടന എന്നുദ്ദേശിക്കുമ്പോൾ പ്രധാനമായും അഹമ്മദ് പട്ടേൽ അടക്കമുള്ള പഴയ വൃത്ത നേതൃത്വങ്ങളെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റുക. പകരം രാഹുൽ ഗാന്ധിയോടൊപ്പം സച്ചിൻ പൈലറ്റ്, വക്താവ് രൺദീപ് സിംഗ് സുർജേവാല, അജയ് മാക്കൻ തുടങ്ങിയവര് നേതൃത്വ നിരകളിലേക്ക് എത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത വർഷം നടക്കുന്ന ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ നയിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലായിരിക്കും. അതേസമയം ഈ കഴിഞ്ഞ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പും കേരളമടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നയിച്ചത് രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു. പക്ഷെ അവിടെയെല്ലാം കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇതിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നതിനിടയിലാണ് രാഹുൽ ഗാന്ധിക്ക് പുതിയ സ്ഥാനം നൽകുന്നത്. സന്തോഷ് സാലിംഗാണ് വിവരങ്ങൾ നൽകിയത്. AICC അധ്യക്ഷനായി രാഹുൽ ഗാന്ധി എത്തിയേക്കും. വലിയൊരു ഉടച്ചുവാർക്കൽ തന്നെ ഉണ്ടാകും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പൊതുജനത്തിന് ഇടുത്തിയായി പാചകവാതക, പെട്രോൾ, ഡീസൽ വില വർദ്ധിപ്പിച്ചു. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന് 23 രൂപയും വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന് 38 രൂപയുമാണ് കൂട്ടിയത്. പെട്രോൾ ലിറ്ററിന് 2 രൂപ 58 പൈസയും ഡീസലിന് 2 രൂപ 26 പൈസയുമാണ് കൂട്ടിയത്. സർക്കാർ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുമെന്ന് നിയുക്ത അഡ്വക്കേറ്റ് ജനറൽ CP സുധാകർ പ്രസാദ്. വീണ്ടും AG-ആകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. ചീഫ് ജസ്റ്റിസിനെ കണ്ട് പറയും കേസുകൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലും മറ്റുമൊക്കെ. നമുക്ക് ഇപ്പോൾ ടാക്സോ പിന്നെ റവന്യൂ റിക്കവറിയോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, കേസുകൾ പെട്ടെന്ന് തീർക്കണമെന്ന് ചീഫ് ജസ്റ്റിസിനെ റിക്വസ്റ്റ് ചെയ്യും. ലാൻഡ് അക്വിസിഷൻ കേസുകൾ അത് കഴിഞ്ഞവണ ധാരാളം പെൻഡൻസികളാണ്. ഇപ്പോൾ എത്രയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് കഴിയുന്നത് വേഗം തീർക്കണം. തീർത്തില്ലെങ്കിൽ ഇൻട്രസ്റ്റ് ധാരാളം പോകും ഗവൺമെൻറ്റിന്. അതൊരു ഐറ്റം ഗവൺമെൻറ് ഇപ്പോൾ ഇപ്പോഴത്തെ രീതി എനിക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞവണ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞവണ കുറേ തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും സച്ചിൻ ടെണ്ടുൽക്കറും കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ ഫുട്ബോൾ വികസനത്തിന് പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കാനും 5 വർഷം കൊണ്ട് രാജ്യാന്തര നിലവാരമുള്ള 100 കളിക്കാരെ വാർത്തെടുക്കുന്നതിനും കേരളത്തിന് പ്രത്യേക ഫുട്ബോൾ അക്കാദമി തുടങ്ങാനും കേരള ബ്ലാസ്റ്റേഴ്സുമായി സർക്കാർ ധാരണയിലെത്തി. കൂടിക്കാഴ്ചയിൽ സച്ചിനൊപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഓഹരി ഉടമകളായ ചിരഞ്ജീവി, നാഗാർജുന എന്നിവരും പങ്കെടുത്തു. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ജനുവരി 1-ന് ശേഷം മന്ത്രിസഭയെടുത്ത വിവാദ തീരുമാനങ്ങൾ പരിശോധിക്കുന്നതിനുള്ള LDF മന്ത്രിസഭാ ഉപസമിതി ഇന്ന് യോഗം ചേരും. മന്ത്രി AK ബാലൻ കൺവീനറായുള്ള 6-അംഗ സമിതിയാണ് യോഗം ചേരുന്നത്. മെത്രാൻ കായൽ ഉൾപ്പെടെയുള്ള ഭൂമി വിഷയങ്ങളിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭ വിവാദ തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഇക്കാര്യങ്ങൾ സമിതി വിശദമായി പരിശോധിച്ച് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും. മന്ത്രിമാരായ തോമസ് ഐസക്, VS സുനിൽകുമാർ, മാത്യു തോമസ്, AK ശശീന്ദ്രൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവരാണ് ഉപസമിതിയിലെ മറ്റംഗങ്ങൾ. മെഡിക്കൽ പ്രവേശന പരീക്ഷാ ഫലം വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു. 1,04,787 പേർ യോഗ്യത നേടി. 1-ാം റാങ്ക് കണ്ണൂർ സ്വദേശി മുഹമ്മദ് മുനവറിനും 2-ാം റാങ്ക് ചെന്നൈ സ്വദേശി ലക്ഷൺദവിനും 3-ാം റാങ്ക് എറണാകുളം സ്വദേശി ബൻസൺ എൽദോയ്ക്കും ലഭിച്ചു. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ആരോഗ്യമന്ത്രി KK ശൈലജയ്ക്ക് കോപ്പി നൽകിയാണ് ഫലം പ്രസിദ്ധീകരിച്ചത്. 1 മുതൽ 10 വരെ റാങ്കുകൾ ഇപ്രകാരം: മുഹമ്മദ് മുനവർ VV, ലക്ഷ്യൻദേവ് B, ബെൻസൺ ജേക്ക്, റമീസ ജഹാൻസ, കെവിൻ ജോയ്, അജയ് S നായർ, ആസിഫ് മോഹൻ K, ഹരികൃഷ്ണൻ K, അലീന അഗസ്റ്റിൻ, നിഹാല A. SC വിഭാഗത്തിൽ ബിപിൻ G രാജന് 1-ാം റാങ്കും അരവിന്ദ് രാജന് 2-ാം റാങ്കും ലഭിച്ചു. ST വിഭാഗത്തിൽ കാസർഗോഡ് സ്വദേശിനി മേഘന V-ക്കാണ് 2-ാം റാങ്ക്. MBBS BDS കോഴ്സുകളിലേക്ക് 1-ാം ഘട്ട അലോട്ട്മെന്റ് ജൂലൈ 15-ന് മുൻപായി നടക്കും. 2-ാം ഘട്ട അലോട്ട്മെന്റ് ഓഗസ്റ്റ് 22-ന് മുൻപും നടക്കും. പ്രവേശനം പൂർത്തിയാക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 31-ആണ്. കുട്ടികൾ കുറവുള്ളതിന്റെ പേരിൽ ഒരു സ്കൂളും അടച്ചുപൂട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. സ്കൂളാണ്. ഒരു കുട്ടി ആയാലും പഠിച്ചാൽ അത്
ഈ സമൂഹത്തിന് നേട്ടമാണെന്നാണ് കണക്ക്. അവിടെ സാമ്പത്തിക ലാഭനഷ്ടമല്ല. ഈ മാസം മധ്യത്തോടെ പാഠപുസ്തകങ്ങൾ സ്കൂളുകളിൽ എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഒന്നാം റാങ്ക് കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും പ്രോത്സാഹനം നൽകിയ എല്ലാവരോടും നന്ദിയുണ്ടെന്നും മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് ലഭിച്ച മുഹമ്മദ് മുനവർ പറഞ്ഞു. വളരെയധികം സന്തോഷം. 10ാം റാങ്കിനുള്ളിൽ പ്രതീക്ഷിച്ചിരുന്നു. ഫസ്റ്റ് റാങ്ക് കിട്ടിയത് ഞാൻ പാലാ ബ്രില്യൻസ് സ്റ്റഡി സെൻറ്ററിൽ ഒരു വർഷം റിപ്പീറ്റേഴ്സ് കോഴ്സിന് പോയിരുന്നു. +2 കഴിഞ്ഞ് ഒരു കൊല്ലം വീണ്ടും കോച്ചിങ്ങിന് പോയിട്ടാണ് എക്സാം ചെയ്തത്. SLC ഫുൾ A+, +2 ഫുൾ A+ ആയിരുന്നു. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ റാങ്ക് 1144 യിൽ കടുത്ത പ്രതിസന്ധി. കോഴിക്കോട് ജില്ലാ പ്രസിഡന്റിൽ നിന്ന് രാജിക്കത്ത് എഴുതി വാങ്ങിച്ചു. തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ ചേർന്ന നേതൃയോഗത്തിൽ ശ്രേയാംസ് കുമാറും മനയത്ത് ചന്ദ്രനും യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. വീരേന്ദ്രകുമാറിന്റെ വീട്ടിലാണ് യോഗം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി PV കുട്ടൻ ചേരുന്നുണ്ട്. കുട്ടൻ, തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് വലിയ തർക്കങ്ങളായി തീരുകയാണോ? എന്തൊക്കെയാണ് യോഗത്തിൽ സംഭവിക്കുന്നത്? വിവരങ്ങൾ. സൗമ്യ, തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ജനതാദൾ യുവിന്റെ നേതൃയോഗം കോഴിക്കോട്ട് ചേർന്നത്. യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. MP വീരേന്ദ്രകുമാറിന്റെ അധ്യക്ഷതയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് തന്നെയാണ് യോഗം നടക്കുന്നത്. സംസ്ഥാന ഭാരവാഹികളും ജില്ലാ പ്രസിഡന്റുമാരുമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. നേരത്തെ യോഗം ആരംഭിച്ച ഘട്ടത്തിൽ ചില പ്രധാന നേതാക്കൾ യോഗത്തിൽ നിന്നും വിട്ടുനിന്നിരുന്നു. ശ്രേയാംസ് കുമാറും മനയത്ത് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഈ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. യോഗം പുരോഗമിച്ച ഘട്ടത്തിൽ വലിയ ചർച്ചകൾ, തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും ആരോപണ പ്രത്യാരോപണങ്ങളും യോഗത്തിൽ ഉണ്ടായി എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. പ്രധാനമായും ചില മണ്ഡലങ്ങളിലെ തോൽവി സംബന്ധിച്ച് 7 മണ്ഡലങ്ങളിലാണ് JDU മത്സരിച്ചത്. 7 മണ്ഡലങ്ങളിലും കനത്ത ദയനീയ പരാജയമാണ് അവരുടെ JDU സ്ഥാനാർത്ഥികൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇതിൽ സംസ്ഥാന നേതൃത്വത്തിലെ പ്രമുഖനായ ഷെയ്ഖ് പി ഹാരിസ് മത്സരിച്ച അമ്പലപ്പുഴയിൽ ഇവിടെ കോൺഗ്രസ് DCC പ്രസിഡന്റ് ഷുക്കൂറിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും തനിക്കെതിരെ പ്രവർത്തിച്ചു എന്ന ഗുരുതരമായ ആരോപണം ഷെയ്ഖ് പി ഹാരിസ് യോഗത്തിൽ ഉന്നയിച്ചു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നേമത്ത് കോൺഗ്രസ് പ്രവർത്തകർ വോട്ട് BJPക്ക് മറിച്ചുവെന്നും വടകരയിൽ കോൺഗ്രസും ലീഗും ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ വോട്ടുകൾ RMPക്ക് മറിച്ചു എന്നുൾപ്പെടെയുള്ള വളരെ ഗുരുതരമായ രാഷ്ട്രീയ ആരോപണങ്ങൾ ഈ യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റും വടകരയിൽ സ്ഥാനാർത്ഥിയുമായിരുന്ന മനയത്ത് ചന്ദ്രന്റെ രാജി സംസ്ഥാന അധ്യക്ഷൻ എഴുതി വാങ്ങിയിട്ടുണ്ട്. ഇത് അദ്ദേഹത്തെ ഈ പദവിയിൽ തന്നെ തുടരാൻ അനുവദിക്കണോ എന്ന് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമാകും. അതുപോലെ തന്നെ കൂത്തുപറമ്പിൽ പരാജയപ്പെട്ട മുൻ മന്ത്രി KP മോഹനൻ പാർട്ടിയിൽ ഏത് പദവി നൽകണമെന്ന് സംബന്ധിച്ചുള്ള തീരുമാനവും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. KP മോഹനൻ ഉച്ചവരെ യോഗത്തിൽ എത്തിയിരുന്നില്ല. പിന്നീട് വാർത്തകൾ വന്നതിന് ശേഷമാണ് അദ്ദേഹം വിട്ടുനിൽക്കുന്ന തരത്തിലുള്ള വാർത്തകൾ വന്നതിന് ശേഷമാണ് KP മോഹനൻ കൂത്തുപറമ്പിൽ നിന്നും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കോഴിക്കോട്ടേക്ക് എത്തിയത്. അല്പസമയത്തിനകം യോഗം അവസാനിക്കും. അതിനുശേഷം MP വീരേന്ദ്രകുമാർ മാധ്യമങ്ങളെ കാണുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സൗമ്യ. PV കുട്ടനാട് വിവരങ്ങൾ നൽകിയത്. മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നപ്പോൾ 4 ലക്ഷത്തിലധികം കുരുന്നുകളാണ് പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകളിലേക്ക് എത്തിയത്. കുട്ടികളെ വരവേൽക്കുന്നതിനായി എല്ലാ സ്കൂളുകളിലും വിപുലമായ രീതിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുകയാണ് സംസ്ഥാന സർക്കാരിന്റെ നയമെന്ന് വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുക, ശക്തിപ്പെടുത്തുക, കൂടുതൽ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുന്നതിലൂടെയും വികസിപ്പിക്കുന്നതിലൂടെയും കേരളത്തിൽ എല്ലാ മേഖലകളുടെയും വളർച്ച പരസ്പര പൂരകമായി നടക്കും എന്ന് നമ്മളെല്ലാം വിശ്വസിക്കുകയാണ്. സംസ്ഥാനത്ത് IAS തലത്തിലും അഴിച്ചുപണി. രാജുനാരായണസ്വാമി കൃഷി സെക്രട്ടറിയാകും. പോൾ ആന്റണി വൈദ്യുത വകുപ്പ് സെക്രട്ടറിയും M ശിവശങ്കർ IT സെക്രട്ടറിയുമാകും. V സെന്തിൽ ആസൂത്രണ വകുപ്പ് സെക്രട്ടറി ചുമതല ഏറ്റെടുക്കും. വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, എങ്ങനെയാണ് പുതിയ നിയമനങ്ങൾ?
വളരെ സമഗ്രമായ അഴിച്ചുപണിയാണ് സംസ്ഥാന IAS തലപ്പത്ത് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. പ്രധാനമായും ക്യാബിനറ്റ് ഇന്ന് ചേർന്നപ്പോൾ പരിഗണിച്ചൊരു സുപ്രധാനമായ വിഷയവും ഇത് തന്നെയായിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിയമിച്ചിരിക്കുന്ന ചില ഉദ്യോഗസ്ഥർക്ക് വളരെ വലിയ മാറ്റമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ VS സെന്തിലിനെ അഡീഷണൽ ചീഫ് സെക്രട്ടറി പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് അഫയേഴ്സിൻ്റെയും എൻവയോൺമെൻറ്റിൻ്റെയും ചുമതലയിലേക്ക് എൻവയോൺമെൻറ്റിൻ്റെ മെമ്പർ സെക്രട്ടറിയാക്കിയും മാറ്റിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ മാറ്റങ്ങളിലൊന്ന്. കൂടാതെ GAD സെക്രട്ടറി ആയിരുന്ന ജ്യോതിലാലിന് നിലവിലത്തെ സ്ഥാനം നഷ്ടമായി. ആ പദവിയിലേക്ക് ഡോക്ടർ ഉഷ ടൈറ്റസ് വരികയാണ്. അവർ സീനിയർ IAS ഉദ്യോഗസ്ഥയാണ്. നേരത്തെ നിരവധി ജില്ലാ കളക്ടറൊക്കെയായി പ്രവർത്തിച്ചിട്ടുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥ കൂടിയാണ്. അതുകൂടാതെ VJ കുര്യൻ, അദ്ദേഹം നേരത്തെ ജലവകുപ്പിൻ്റെ ചുമതലയാണ് അദ്ദേഹം വഹിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഏവിയേഷൻ ആൻഡ് എയർപോർട്ടിൻ്റെ ചുമതലയാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. അദ്ദേഹം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടറായി തുടരുകയും ചെയ്യും. ഒപ്പം സുമന എൻ മേനോൻ, നേരത്തെ സൈനിക വെൽഫെയറിൻ്റെ സെക്രട്ടറി ആയിരുന്നു. സുമന എൻ മേനോൻ തന്നെയായിരിക്കും ഇത്തവണയും സൈനിക ക്ഷേമത്തിൻ്റെ ചുമതല വഹിക്കുക. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള വകുപ്പിൻ്റെ കീഴിലാണ് അത് വരുന്നത്. ഒപ്പം ഡോക്ടർ ബി ശ്രീനിവാസ് ഹയർ എഡ്യൂക്കേഷൻ്റെ ചുമതലയിലേക്ക് വരുന്നു. നേരത്തെ KM എബ്രഹാം വഹിച്ചിരുന്നൊരു ചുമതലയാണത്. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ചുമതല, അഡീഷണൽ ചുമതല നേരത്തെ ഉണ്ടായിരുന്നത് KM എബ്രഹാമിനായിരുന്നു. KM എബ്രഹാമിനും ആ സ്ഥാനം നഷ്ടമായിരിക്കുന്നു. അതോടൊപ്പം AP മുഹമ്മദ് ഹനീഫ്, അദ്ദേഹം നേരത്തെ PWD സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് ഇത്തവണത്തെ ജനറൽ എഡ്യൂക്കേഷൻ്റെയും ഒപ്പം സ്പോർട്സിൻ്റെയും യൂത്ത് അഫയേഴ്സിൻ്റെയും പ്രിൻസിപ്പൽ സെക്രട്ടറിയായി വരുന്നത്. ഒപ്പം ഡോക്ടർ V വേണു, അദ്ദേഹം SC/ST പട്ടികജാതി ക്ഷേമത്തിൻ്റെ സെക്രട്ടറിയാണ്. ഒപ്പം ടൂറിസത്തിൻ്റെയും സെക്രട്ടറിയായി അദ്ദേഹത്തെയാണ് നിയമിച്ചിരിക്കുന്നത്. വളരെ സീനിയറായ IAS ഉദ്യോഗസ്ഥനാണ്. റാണി ജോർജിന് നേരത്തെ കയ്യിൽ വെച്ചിരുന്ന PRD വകുപ്പിൻ്റെ ഡയറക്ടർ പദവി നഷ്ടമായി. പകരം റാണി ജോർജിനെ ഇപ്പോൾ സാംസ്കാരിക സെക്രട്ടറി ആയിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. പോൾ ആൻ്റണിയാണ് സുപ്രധാനമായ മാറ്റങ്ങളിലൊന്ന്. അദ്ദേഹം നിലവിൽ പോൾ ആൻ്റണി അഡീഷണൽ ചീഫ് സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്നു. അദ്ദേഹമാണ് പുതിയ വൈദ്യുതി വകുപ്പിൻ്റെ സെക്രട്ടറിയായി വരുന്നത്. നേരത്തെ GAD സെക്രട്ടറി ആയിരുന്ന ജ്യോതിലാലിനും സ്ഥാനം നഷ്ടമായി. അദ്ദേഹത്തിന് പുതിയ പദവി നൽകിയിരിക്കുന്നത് ട്രാൻസ്പോർട്ടിൻ്റെയും ദേവസ്വത്തിൻ്റെയും സെക്രട്ടറി ആയിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. ഒപ്പം മാരപാണ്ഡ്യൻ, അദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. ഫോറസ്റ്റിൻ്റെയും ടാക്സിൻ്റെയും രജിസ്ട്രേഷൻ്റെയും എക്സൈസിൻ്റെയും സെക്രട്ടറിയായി മാരപാണ്ഡ്യൻ വരികയാണ്. ഒപ്പം ജെയിംസ് വർഗീസ്, നേരത്തെ പോർട്ടിൻ്റെ സെക്രട്ടറി ആയിരുന്നു ജെയിംസ് വർഗീസ്. അദ്ദേഹം ഫിഷറീസിൻ്റെ ചുമതല വീണ്ടും വരികയാണ്. അതോടൊപ്പം ഹാർബർ ആൻഡ് എഞ്ചിനീയറിംഗ്, കാഷുവിൻ്റെയും കയറിൻ്റെയും സെക്രട്ടറിയായി ജെയിംസ് വർഗീസ് ആയിരിക്കും ഉണ്ടാവുക. PH കുര്യന് നേരത്തെ വ്യവസായ വകുപ്പ് കൂടാതെ IT സെക്രട്ടറിയുടെയും ചുമതല ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് വ്യവസായ വകുപ്പിൻ്റെ മാത്രം ചുമതലയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നും മടങ്ങി വന്നിരിക്കുന്ന രാജീവ് സദാനന്ദനായിരിക്കും പുതിയ ആരോഗ്യ സെക്രട്ടറി. ഇങ്ങനെ ഏതാണ്ട് 19ഓളം പദവികൾ അഴിച്ചുപണിതുകൊണ്ടാണ് സംസ്ഥാനത്തിൻ്റെ ക്യാബിനറ്റ് പുതിയ IAS തലപ്പത്ത് വലിയ സുപ്രധാനമായ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. സൗമ്യ. ജീവനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് IAS തലത്തിലും വിപുലമായ അഴിച്ചുപണി. രാജു നാരായണസ്വാമി കൃഷി സെക്രട്ടറിയാകുന്നു. പോൾ ആന്റണി വൈദ്യുതി വകുപ്പ് സെക്രട്ടറി. M ശിവശങ്കർ IT സെക്രട്ടറിയാകും. V സെന്തിൽ ആസൂത്രണ വകുപ്പ് സെക്രട്ടറി ചുമതലയും ഏറ്റെടുക്കും. ജീവനാണ് വിവരങ്ങൾ നൽകിയത്. ചുമതല സംബന്ധിച്ച കാര്യങ്ങൾ താൻ കുറിപ്പായി എഴുതി നൽകിയിട്ടില്ല, യെച്ചൂരിക്ക് നൽകിയിട്ടില്ല എന്ന VS അച്യുതാനന്ദൻ. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അങ്ങനെയൊരു കീറപ്പേപ്പറിൽ തനിക്ക് എഴുതി നൽകേണ്ട കാര്യമില്ല എന്നും VS പറഞ്ഞു. വിവരങ്ങളുമായി ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, വ്യാപകമായ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രചരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് VS കാര്യങ്ങൾ വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? തീർച്ചയായും സൗമ്യ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചില പത്രങ്ങളിൽ തനിക്കെതിരെ വ്യാജ വാർത്തകൾ വരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുതിർന്ന CPM നേതാവ് VS അച്യുതാനന്ദൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഉള്ള നുണകൾ എഴുതുന്നതിന് മുൻപ് തന്നോടോ തൻ്റെ സ്റ്റാഫിലുള്ളവരോടോ ചോദിച്ചിരുന്നുവെങ്കിൽ സത്യം അറിയാമായിരുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അദ്ദേഹം ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ ഇന്ന് പുതിയ വാടക വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. മുമ്പേ തീരുമാനിച്ചതാണ് ഇക്കാര്യം. അതനുസരിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിലെയും വസതിയിലെയും സ്റ്റാഫിനോട് ഇക്കാര്യം പറഞ്ഞിട്ട് ദിവസങ്ങളായി. ഇന്നലെ ഒരു പ്രമുഖ പത്രത്തിൻ്റെ 1-ാം പേജിൽ പ്രാധാന്യത്തോടെ കൊടുത്ത വാർത്ത നിങ്ങൾ കണ്ടുകാണും. വീടുമാറ്റം വൈകിപ്പിച്ച് VS എന്നാണ് അതിൻ്റെ തലക്കെട്ട്. എന്നോടോ എൻ്റെ 2 ഡസനിൽ കുറയാത്ത സ്റ്റാഫിൽ ആരോടെങ്കിലുമോ ചോദിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു വ്യാജ വാർത്ത അവർക്ക് കൊടുക്കേണ്ടി വരില്ലായിരുന്നുവെന്നും VS ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു.
വാർത്ത പ്രത്യേകിച്ചും ഇടതുപക്ഷക്കാരെയും അതിൽ തന്നെ വി.എസ്. അച്യുതാനന്ദനെയും സംബന്ധിച്ചാവുമ്പോൾ എത്രത്തോളം കള്ളമായാലും കുഴപ്പമില്ല എന്ന മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ ആ പത്രവും അവരുടെ ചാനലും എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത് ഒന്നാം പേജിൽ ആ പത്രം ഇന്ന് ഒന്നാം പേജിൽ ആ പത്രം മറ്റൊരു നുണ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പദവി ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ വി.എസ്. സമ്മതിച്ചു എന്നാണ് അതിൻ്റെ തലക്കെട്ട്. പൂർണ്ണമായും അസംബന്ധമാണ് ഇത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതേക്കുറിച്ച് CPM-ന്റെ ഒരു ഘടകത്തിലുമുള്ള ആരും എന്നോട് സംസാരിക്കുകയോ താൻ എന്തെങ്കിലും മറുപടി പറയുകയോ ചെയ്തിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരം വാർത്ത പടച്ചുവിടുന്നവർ സത്യസന്ധമായ മാധ്യമ പ്രവർത്തനത്തിന് വരുത്തിവെക്കുന്ന കെടുതികൾ ചർച്ച ചെയ്യണമെന്ന് പൊതുസമൂഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നും അദ്ദേഹം കുറിക്കുന്നു. താൻ സ്ഥാനമാനങ്ങൾ ചോദിച്ച് CPM ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിക്ക് കുറിപ്പ് നൽകിയെന്ന കള്ളം പ്രചരിപ്പിക്കാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുണ്ടെന്ന് അവകാശപ്പെടുന്ന പത്രം നടത്തിവരുന്ന ശ്രമങ്ങൾ മാധ്യമ ഗവേഷകർ ഭാവിയിൽ പഠന വിഷയമാക്കുമെന്ന് ഉറപ്പാണ്. യെച്ചൂരിക്ക് ഞാൻ ഒരു കുറിപ്പ് നൽകുന്നത്, അതും എനിക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഊരും പേരും ഒന്നും എഴുതാതെ ഒരു വെള്ളക്കടലാസിൽ ആരെയോ കൊണ്ട് കൈപ്പടയിൽ എഴുതിപ്പിച്ചായിരിക്കുമോ എന്നൊന്നും ചിന്തിക്കാതെ കള്ളം പ്രചരിപ്പിക്കുകയായിരുന്നു ആ പത്രം എന്നും അദ്ദേഹം കുറിക്കുന്നു. എനിക്ക് ഔപചാരിക വിദ്യാഭ്യാസം കാര്യമായിട്ടില്ലെങ്കിലും മലയാളത്തിലും അത്യാവശ്യം ഇംഗ്ലീഷിലും എഴുതാനും വായിക്കാനും ഇപ്പോഴും കഴിവുണ്ട്. ഞാൻ കൂടി നട്ടുനനച്ചുണ്ടാക്കിയ CPM എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ ഏത് നേതാക്കളോടും എന്ത് കാര്യവും നേരിട്ട് പറയാനും എന്തെങ്കിലും എഴുതി കൊടുക്കേണ്ടി വന്നാൽ അതിനും തനിക്ക് സ്വാതന്ത്ര്യവുമുണ്ട്. എനിക്ക് ഏതെങ്കിലും പദവി ആവശ്യമുണ്ടെങ്കിൽ പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ നടക്കുന്നതിനിടയിൽ സീതാറാം യെച്ചൂരിക്ക് എന്തെങ്കിലും കുറിപ്പ് നൽകേണ്ടതില്ല. അന്നും അതിനു മുൻപുള്ള ദിവസങ്ങളിലും താനും യെച്ചൂരിയും മാത്രമായും അല്ലാതെയും പലതവണ കൂടിക്കണ്ടിരുന്നു. അപ്പോഴൊന്നും നൽകാതെ LDF സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കീറക്കടലാസിലാണ് ഇത്തരം കാര്യങ്ങൾ എഴുതി നൽകുന്നത് എന്ന വിചിത്ര ഭാവനയുടെ ഉളുപ്പില്ലായ്മയെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് അറിയില്ല. യെച്ചൂരി തന്നെ ഇത് സംബന്ധിച്ച് പറഞ്ഞത് പല അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ടെന്നും അത് കൈമാറി എന്നുമാണ്. അല്ലാതെ ഞാൻ ഏതെങ്കിലും പദവി ആവശ്യപ്പെട്ട് കുറിപ്പ് നൽകിയെന്ന് ആ സഖാവ് പറഞ്ഞിട്ടില്ല എന്നും വി.എസ്. ചൂണ്ടിക്കാട്ടുന്നു. മുമ്പ് നിലമറന്ന് വി.എസ്. എന്ന തലക്കെട്ടിൽ ഒന്നാം പേജിൽ പ്രധാന വാർത്ത പ്രസിദ്ധീകരിച്ച പത്രമാണിത്. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട കോടതി രേഖ നിയമസഭയിൽ വായിച്ചതിനായിരുന്നു ഈ ഹാലിളക്കം. താൻ അന്ന് പ്രസംഗിച്ചത് സത്യമായിരുന്നുവെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു. വി.എസ്. അച്യുതാനന്ദൻ്റെ മകനെയും മകളെയും ബന്ധുക്കളെയും അപമാനിക്കുന്ന വിധത്തിൽ എത്ര വാർത്ത കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇതേ പത്രം ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ചു. അതൊക്കെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അറിവോടെയും പിന്തുണയോടെയുമായിരുന്നു. ഈ പത്രവും അതിൻ്റെ ചാനലും UDF സർക്കാരും തലകുത്തി നിന്നിട്ടും അതിലൊന്നിൻ്റെ പേരിലെങ്കിലും നടപടിയെടുക്കാനായോ എന്നും വി.എസ്. ചോദിക്കുന്നു. എനിക്കോ എൻ്റെ കുടുംബാംഗങ്ങളുടെയോ പേരിൽ വഴിവിട്ടെന്തെങ്കിലും ഉണ്ടെങ്കിൽ നടപടിയെടുക്കാൻ നിയമസഭയിലും പുറത്തും താൻ വെല്ലുവിളിച്ചതുമാണല്ലോ. എന്നിട്ട് എന്തായി എന്നും അദ്ദേഹം ചോദിക്കുന്നു. അതേസമയം ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളിൽ ചിലരുടെ കൃത്യങ്ങൾ ആ പത്രത്തിൽ വരാത്തത് സോഷ്യൽ മീഡിയയിൽ പാട്ടാണ്. ഉമ്മൻചാണ്ടിയുടെ വാക്ക് വിശ്വസിച്ച് എനിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ വാർത്ത കൊടുത്ത പത്രം നാണം കെട്ടില്ലേ? കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ആത്മഹത്യ ചെയ്യുമെന്ന് പണ്ട് പറഞ്ഞതാണ് ഈ പത്രത്തിൻ്റെ പ്രധാനി. അന്ന് നഷ്ടപ്പെട്ട വിശ്വാസ്യത വീണ്ടെടുക്കാനാവാത്ത ആ പത്രം മാധ്യമ വൃത്തികേടുകളുടെ പര്യായമായി മലയാളിക്ക് അപമാനമായി തുടരുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞാൻ ഇക്കാര്യം ഒരു പത്രത്തിൽ എഴുതിയ പങ്ക്തിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. മാനസപുത്രനായ ഉമ്മൻചാണ്ടിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ഇല്ലെന്നറിഞ്ഞതോടെ നിലതെറ്റിയ ആ പത്രം അതിന് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ വിവേചന ശക്തിയുടെ മേലാണ് കുതിര കയറുന്നത് എന്നും വി.എസ്. തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു. സൗമ്യ. ആ ദിനകരാണ് വിവരങ്ങൾ നൽകിയത്.